ഓരോ പാട്ടുകൾക്കും ഓരോ കഥകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ പാട്ടുകൾക്കും അതിൻ്റെ പിന്നിലെ ചില അനുഭവങ്ങളുണ്ട്, കഥകളുണ്ട്. എല്ലാ അനുഭവങ്ങളുടെയും പിറകിൽ ദൈവസ്നേഹത്തിൻ്റെ അതിശയം കരുതി വച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, പോയ 2 വർഷത്തെ കോവിഡ് ദുര്യോഗങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലും ഒരു ദൈവ പദ്ധതിയുണ്ട് എന്ന് നാം നമ്മുടെ മിഷൻ ഇനിഷ്യേറ്റീവ്സിലൂടെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ പിന്നിലും ദൈവകൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ഒരു അതിശയമുണ്ട് എന്നതാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം. ഞാൻ അതുമായി ബന്ധപ്പെടുത്തി മാരാമൺ കൺവെൻഷന് വേണ്ടി തയ്യാറാക്കിയ ഒരു പാട്ടുണ്ട്. അത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിഞ്ഞുകൂടാ. അനുഭവങ്ങളിലെല്ലാം അതിശയങ്ങൾ കരുതി വച്ചു, അനുഗ്രഹങ്ങളിലെല്ലാം അവസരങ്ങൾ തുറന്നു തന്നു. കേട്ടിട്ടുണ്ടോ? കുറച്ച് പേർക്കെങ്കിലും അറിയാം. അനുഭവങ്ങളിലെല്ലാം അതിശയങ്ങൾ കരുതി വച്ചു, അനുഗ്രഹങ്ങളിലെല്ലാം അവസരങ്ങൾ തുറന്നു തന്നു. എൻ്റെ ഇല്ലായ്മയിൽ എനിക്കെല്ലാം ഒരുക്കുന്ന നല്ലൊരു ദൈവമവൻ. എൻ്റെ വല്ലായ്മയിൽ എന്നും എന്നോട് കൂടെ ഇമ്മാനുവേലായവൻ. അനുഭവങ്ങളിലെല്ലാം അതിശയങ്ങൾ കരുതി വച്ചു, അനുഗ്രഹങ്ങളിലെല്ലാം അവസരങ്ങൾ തുറന്നു തന്നു. ഇത്രയും ലോങ് ഡിലേ വേണ്ട പാടുമ്പോൾ, അല്ലേ? കുറച്ച് മീഡിയം, മോഡറേറ്റ്. എല്ലാ ജീവിതാനുഭവങ്ങളുടെ പിറകിലും ദൈവസ്നേഹത്തിൻ്റെ കരുതലുണ്ട്. അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തി നമ്മൾ നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ലോകം വിജയാളികളുടെ ലോകമാണ്, വിജയിക്കുന്നവരുടെ പിന്നാലെ പോകുന്ന ലോകമാണ്. നമ്മളിപ്പോൾ റിയാലിറ്റി ഷോകളൊക്കെ കാണുമ്പോൾ അവസാനം 3 ഫൈനലിസ്റ്റുകൾ വരും. അവരെ ഒരുമിച്ച് നിർത്തിയിട്ട് ലാസ്റ്റ് റൗണ്ട് ചോദ്യം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ മാർക്ക്, അവരുടെ ഗ്രേഡ് പറയുകയാണ്. അപ്പോൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നത് സെക്കൻഡ് റണ്ണറപ്പ്, 3ാം സ്ഥാനക്കാരൻ. അപ്പോൾ ക്യാമറ 3ാം സ്ഥാനക്കാരനിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റണ്ണറപ്പ്, അതായത് 2ാം സ്ഥാനക്കാരൻ. പക്ഷേ 2ാം സ്ഥാനക്കാരൻ്റെ പേര് പ്രസ്താവിക്കുമ്പോൾ ക്യാമറ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഫസ്റ്റ് റണ്ണറപ്പിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിന്നറാണ് ബാക്കി നിൽക്കുന്ന ആൾ. എല്ലാ ക്യാമറയും എല്ലാ ഫ്ലാഷ് ലൈറ്റ്സും ഓൾ ഫോക്കസ് ഗോസ് ടു ദ വിന്നർ. അബ്ബ എന്ന് പറയുന്ന സംഗീത ഗ്രൂപ്പ് ആദ്യകാലങ്ങളിൽ ഇറക്കിയ മനോഹരമായ പാട്ട് ദ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ എന്നൊരു പാട്ടുണ്ട്. വിജയാളിയുടെ ഒരു ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. പരാജയപ്പെടുന്നവരെ ആരും പരിഗണിക്കുന്നേയില്ല. പരാജയപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടോ, അനുഭവങ്ങളില്ലാത്തത് കൊണ്ടോ, അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ടോ. പക്ഷേ പരാജിതരെ പരിഗണിക്കാത്ത വിജയാളിയുടെ പിന്നാലെ പോകുന്ന ലോകത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പരാജയത്തിൻ്റെ കഥയാണ്, ഒരു പരാജിതൻ്റെ കഥയാണ്. ബൈബിൾ പോർഷനായിട്ട് ഇവിടെ പാഠം ഭാഗമായി വായിച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒരു പരാജിതൻ്റെ കഥയാണ്, ഒരു പരാജയത്തിൻ്റെ കഥയാണ്. നമുക്കറിയാം, പരിചിതമായ വേദഭാഗമാണ്. ഞാൻ ഈ ധ്യാനത്തിന് അതുകൊണ്ട് ടൈറ്റിൽ കൊടുക്കുന്നത് ഒരു പ്രാതൽ മേശയിൽ സംഭവിച്ചത് എന്നാണ്. ഒരു പ്രാതൽ മേശയിൽ സംഭവിച്ചത്, ഒരു പ്രാതലും അതിനെ ചുറ്റി ചില കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു പ്രാതലും ഒരു നിയോഗവും, എ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് എ കോൺവൊക്കേഷൻ എന്ന് പറയാം.
കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവിടുത്തെ മൂന്നാം പ്രത്യക്ഷത ശിഷ്യന്മാർക്ക് തിബരിയാസ് കടൽക്കരയിൽ വെച്ച്. 3 വർഷങ്ങൾക്ക് മുൻപ് ഇതേ കടൽക്കരയിൽ വെച്ച് കർത്താവ് വിളിച്ചു ചേർത്ത് കൂടെ നിർത്തിയവരാണ് ശിമോൻ പത്രോസും കൂട്ടരും. ഇന്ന് 3 വർഷങ്ങൾക്ക് ശേഷം അതേ തീരത്ത് വെച്ച് പണ്ട് വിളിച്ചവരെ വീണ്ടും വിളിക്കുന്ന സന്ദർഭമാണ് യോഹന്നാൻ്റെ സുവിശേഷം 23-ാം അധ്യായം. പാഠം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്കിലും ചില വാക്യങ്ങൾ മാത്രം ഒരു ഓർമ്മപ്പെടുത്തലായി ഞാൻ വായിക്കട്ടെ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്കറിയാവുന്ന വേദഭാഗമാണ്, അതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. എന്നാൽ എനിക്ക് ഇതിലെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. അതുകൊണ്ടാണ് ഞാനത് ഒരിക്കൽ കൂടി വായിച്ചത്. വേഴ്സ് 4, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് ജീസസ് സ്റ്റുഡ് ഓൺ ദ ഷോർ. ഈ കൊച്ചു വാക്യം എന്തുകൊണ്ടാണ് എന്നെ അത്രയ്ക്ക് സ്പർശിച്ചത് എന്ന് ചോദിച്ചാൽ, എൻ്റെ പിന്മാറ്റങ്ങളിൽ, എൻ്റെ പരാജയങ്ങളിൽ, എൻ്റെ നിരാശയിൽ, എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ആകുലങ്ങളിൽ, എൻ്റെ ആവലാതികളിൽ എന്നെയും കാത്തു നിൽക്കുന്ന എൻ്റെ നല്ല സ്നേഹിതൻ, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ക്രിസ്തു, അവൻ പുലർച്ചെ എന്നെയും കാത്ത് കരയിൽ നിൽക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. എൻ്റെ പരാജയത്തിൻ്റെ രാത്രികൾക്കൊടുവിൽ ഒരു പുലരിയുണ്ട്, ഒരു പ്രഭാതമുണ്ട്. ആ പ്രഭാതത്തിൽ എന്നെയും കാത്ത് എൻ്റെ ഗുരുനാഥൻ കരയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരാജിതൻ്റെ കഥ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം ഈ പരാജിതനെയും തേടി പുലർച്ചെ കരയിൽ ക്രിസ്തു നിൽക്കുകയാണ്. ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട 1-2 ചോദ്യങ്ങൾ. ഒന്ന്, പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു എന്ന് നമ്മൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം, എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ പുലർച്ചെ ഇവർ പരാജയപ്പെട്ട് മടങ്ങി വരുന്നതുവരെയും കരയിൽ കാത്തു നിന്നത്? കടലിന്മേൽ നടന്നവനല്ലേ അവൻ? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനല്ലേ അവൻ? അവന് കടലിന്മേൽ നടന്ന് അവരുടെ അരികിലേക്ക് പോയിക്കൂടായിരുന്നു? എന്തുകൊണ്ടാണ് അവൻ കരയിൽ കാത്തു നിന്നത്, പുലരുവോളം കരയിൽ കാത്തു നിന്നത്? കാരണം അവിടെ 3 കാര്യങ്ങൾ സംഭവിച്ചു. ആ 3 കാര്യങ്ങൾ ഈ പരാജിത സംഘത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ കാത്തു നിന്നത്. ഒന്ന്, അവരുടെ തിരിച്ചുവരവ്, their return. 2, അവരുടെ തിരിച്ചറിവ്, their realization. 3, അവരുടെ യഥാസ്ഥാനപ്പെടൽ, their restoration. ശിമോൻ പത്രോസ് നമുക്കറിയാം, വളരെ ഇന്നൊവേറ്റീവായിട്ട്, വളരെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന, വളരെ ക്രിയേറ്റീവായിട്ട് സഫലമായി പ്രവർത്തിക്കുന്ന ശിഷ്യ സംഘത്തിലെ ഒരാളാണ്. പക്ഷേ ശിമോൻ പത്രോസ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ആ ശിഷ്യ സംഘത്തിന് ആകെ ഒരു നഷ്ടബോധമോ ഒരു ശൂന്യതാബോധമോ ഉണ്ടായി. എന്താ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുക? 3.5 വർഷം പിറകെ നടന്നവൻ അവനെ തന്നെ വിട്ടുകൊടുത്തു ക്രൂശിൽ മരിക്കുവാനായി. അതുകൊണ്ട് തങ്ങളുടെ ഹോൾ മിഷൻ ഈസ് ഡൺ. ഇനി എന്താ ചെയ്യുക? ഈ നഷ്ടബോധത്തിൻ്റെയോ ശൂന്യതാബോധത്തിൻ്റെയോ മധ്യത്തിൽ ശിമോൻ പത്രോസ് പറഞ്ഞു,
ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാവും. എനിക്കൊരു പണി അറിയാമല്ലോ, എൻ്റെ പഴയ പണി മീൻപിടുത്തം. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് അവൻ്റെ കൂട്ടുകാരും പറഞ്ഞു. 7 പേരവിടെ ഉണ്ട്. നമ്മളത് വായിച്ചു നോക്കിയാൽ 7 of them, 12-ൽ 7 ഉണ്ട്, ഭൂരിപക്ഷം ഉണ്ട്. എന്നാൽ തങ്ങളുടെ പഴയ പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയ ഈ ശിഷ്യസംഘത്തെ ഒരു പക്ഷേ ഉള്ളുരുകി നോക്കിക്കൊണ്ട് നിന്ന ക്രിസ്തു, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് നിങ്ങളുടെ ജീവിതം എനിക്ക് തന്നിട്ട് ഇതെല്ലാം മറന്ന് ഇതെല്ലാം ഇട്ടേച്ച് പോവുകയാണോ? പക്ഷേ ആ പിന്മാറ്റക്കാരുടെ പുനഃപ്രവേശനം, അതിന് കാത്തു നിന്നു കർത്താവ്. Quitters return. Jesus was waiting for them to return to him. അവർ പോയതുപോലെ തങ്കിലേക്ക് തന്നെ തിരികെ വരാനായിട്ടായിരുന്നു ഒന്ന് കർത്താവ് പുലരുവോളം ആ കരയിൽ കാത്തു നിന്നത്. ഞാനൊരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ജീസസ് ഫ്രണ്ട് ഓഫ് ദി ഫോളൻ എന്ന്. വീണുപോയവരുടെ കൂട്ടാളിയാണ് ക്രിസ്തു എന്ന്, പരാജയപ്പെട്ടു പോയവരുടെ സ്നേഹിതനാണ് ക്രിസ്തു എന്ന്. ക്വിറ്റേഴ്സ് ആർ നോട്ട് ലൂസേഴ്സ്. ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയവൻ അവൻ ഒരിക്കലും എന്നേക്കും ഒരു പരാജിതനല്ല എന്ന സുവിശേഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ആദ്യം. ഇപ്പോൾ ഈ IPL കാലമാണ്, ISL കാലമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമുക്കെല്ലാം ആവേശം നൽകുന്നതാണ്. ഞാനപ്പോൾ ഇതുമായി ധ്യാനത്തിനിരുന്നപ്പോൾ എൻ്റെ മനസ്സ് വന്നു, IQL എന്നൊരു ആക്ടിവിറ്റി ഉണ്ടാകില്ല. IQL, ഇൻ്റർനാഷണൽ ക്വിറ്റേഴ്സ് ലീഗ് എന്ന് തന്നെ വിളിക്കാം. പിന്മാറ്റക്കാരുടെ ആഗോള പ്രസ്ഥാനം. അങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലോബൽ CEO ആക്കാൻ പറ്റുന്ന ആളാരാ നിങ്ങളുടെ അഭിപ്രായത്തിൽ? പിന്മാറ്റക്കാരുടെ ആഗോള പ്രസ്ഥാനത്തിൻ്റെ ആഗോള ചെയർമാനാക്കാൻ പറ്റിയ ആൾ സൈമൺ പീറ്ററാണ്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയ. എന്നാൽ യേശു കർത്താവ് അവരെ കാത്ത് കരയിൽ നിന്നു എന്നത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ സ്വാഭാവികമായി ചിന്തിച്ചാൽ നമുക്കറിയാം, മാനുഷികമായി ചിന്തിച്ചാൽ ശിഷ്യസംഘം ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ്. പെട്ടെന്ന് തങ്ങളുടെ ഗുരു ക്രൂശ് ഏറ്റെടുത്തു, ക്രൂശ് സ്വീകരിച്ചു, ക്രൂശിക്കപ്പെട്ടു. എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നലുണ്ട്. ഇനി എന്താ ചെയ്യുക? പിന്നെ അറിയാവുന്ന പഴയ പണി അതല്ലേ ചെയ്യാൻ കഴിയൂ. മാനുഷികമായി നോക്കിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാ മനുഷ്യരും നാം ഒക്കെ ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെ മുൻപിൽ ചെന്നപ്പെടാറുണ്ട്. എന്നാൽ ഓരോ പ്രതിസന്ധിയുടെ മുൻപിലും നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനെ അഭിമുഖീകരിക്കാനോ അതിജീവിക്കാനോ അതിനെ നേരിടാനോ നാം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, ഇത് വളരെ പ്രസക്തമാണ്. ഇവിടെ ശിഷ്യസംഘത്തിൻ്റെ മുൻപിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവർ ആ പ്രതിസന്ധിക്ക് ഒരുമിച്ച് കൂടി ഒരു സബ് കമ്മിറ്റി വെച്ച് ഒരു പരിഹാരം കണ്ടെത്തി, ഒരു സൊല്യൂഷൻ. അവരുടെ സൊല്യൂഷൻ എന്തായിരുന്നു? പഴയ പണിക്ക് പോവുക. സോ ദ ക്രൈസിസ് അതൊരു റിയാലിറ്റിയാണ്. അവർ തന്നെ അവരുടെ മാനുഷികമായ ആലോചനയിൽ കണ്ടെത്തിയ സൊല്യൂഷൻ അത് പഴയ പണിക്ക് പോവുക എന്നതായിരുന്നു. എന്നാൽ ജീസസ് വാസ് വെയിറ്റിംഗ് ഫോർ ദം ടു റിട്ടേൺ. എന്തിന്? അവരുടെ തീരുമാനത്തിലെ അർദ്ധശൂന്യത അവർ തന്നെ ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അവർ പിന്മാറ്റത്തിലേക്ക് പോയി എന്നതുകൊണ്ട് അവരെ ഉപേക്ഷിച്ച് കളയാൻ കർത്താവിന് സാധിക്കുന്നില്ല. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. പിന്മാറ്റക്കാരെ കാത്തു നിൽക്കുകയാണ്. ക്വിറ്റേഴ്സ് ആർ നോട്ട് ലൂസേഴ്സ്, ക്വിറ്റേഴ്സ് ആർ വെൽക്കം. പിന്മാറ്റക്കാരെ ഇതിലെ എന്ന് വിളിക്കുകയാണ് കർത്താവ്. പരാജിതരെ മടങ്ങി വരിക, നിങ്ങൾക്ക് സ്വാഗതം എന്ന്. നമ്മൾ പറഞ്ഞല്ലോ, വിജയാളിയുടെ പിന്നാലെ പോകുന്ന ലോകത്തിൽ, പരാജയപ്പെട്ടവനെ പരിഗണിക്കാത്ത കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സ്നേഹം പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടോ? ഇവിടെ
ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം നമ്മുടെ ക്രിസ്തുനാഥൻ പിന്മാറ്റക്കാരെ കാത്തു നിൽക്കുന്ന, ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ദൈവമാണ്. ഒരു രണ്ടാം ഊഴത്തിൻ്റെ സുവിശേഷം. അവർ ഗോസ്പൽ ഈസ് എ ഗോസ്പൽ ഓഫ് എ സെക്കൻഡ് ചാൻസ്. ഒരു രണ്ടാം ഊഴത്തിൻ്റെ സുവിശേഷമാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, 3 വർഷമായി ഫലം തിരഞ്ഞു വരികയാണ് ഒരു വൃക്ഷത്തിൽ, പക്ഷേ ഫലമൊന്നും കാണുന്നില്ല. തോട്ടക്കാരൻ അതിനെ ഒത്തിരി പരിചരിച്ച് നോക്കി. പക്ഷേ ദി മാസ്റ്റർ ഓഫ് ദി ഗാർഡൻ, ഉടയവൻ വന്ന് പറഞ്ഞു, വെട്ടിക്കളഞ്ഞേര്, ഇനി നിന്നിട്ട് കാര്യമില്ല. 3 വർഷമായി നാം ഫലം തിരയുകയാണ്, കാണുന്നില്ല. എന്നാൽ നമുക്കതിൻ്റെ കഥയറിയാമല്ലോ, നറേറ്റീവ് നമുക്കറിയാം, ദ ഗോസ്പൽ നറേറ്റീവ്. തോട്ടക്കാരൻ പറഞ്ഞു, 1 വർഷം കൂടി നിൽക്കട്ടെ, ജസ്റ്റ് അനദർ ഇയർ. ഞാൻ അതിന് ചുറ്റുമൊന്ന് കിളച്ച് വളമിട്ട് നല്ല വെള്ളമൊഴിച്ച് പരിചരിച്ച് നോക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ. ഒരു രണ്ടാം ഊഴം. നമ്മുടെ പിന്മാറ്റങ്ങളിൽ നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ക്രിസ്തു. നമ്മുടെ പരാജയങ്ങളിൽ നമ്മെ അവഗണിച്ച് കളയുന്നവനല്ല ക്രിസ്തു. മറിച്ച് ഒരു രണ്ടാം ഊഴം, ദ ഗോസ്പൽ ഓഫ് എ സെക്കൻഡ് ചാൻസ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന രണ്ടാം ഊഴത്തിൻ്റെ കഥ, എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ആകുലങ്ങളിൽ എന്നെ ഉപേക്ഷിച്ച് കളയാതെ എന്നെയും കാത്തു നിന്ന്. ഈ 4-ാം വാക്യം വായിച്ചപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ചിത്രം ഇങ്ങനെ, ഈ തെബരിയാസ് കടൽക്കരയിലെ ആ ഒരു ചിത്രം ഒരു മൂവിയിൽ കാണുന്നത് പോലെ എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഈ ബീച്ചിൽ പോയിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ബീച്ചിൽ പോകാൻ നമുക്ക് ഇഷ്ടമാണ് ഇവിടെ. എന്നാൽ അതിരാവിലെ ബീച്ചിൽ പോകുക എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരിക്കും. നമ്മുടെ കർത്താവ്, എൻ്റെ വിചാരം, ഒരു നല്ല ഷാളൊക്കെ പുതച്ച് ഈ തണുത്ത കടൽക്കാറ്റിൽ തണുത്ത് ആ കരയിൽ നിൽക്കുകയായിരുന്നു. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ദർ ഹോൾ നൈറ്റ്. ഈ പുലർച്ചെയായപ്പോൾ കരയിൽ നിന്നിരുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ രാത്രി മുഴുവൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു, ആ തണുപ്പിനെ വകവയ്ക്കാതെ. കാരണം എന്നെ തേടി, എൻ്റെ പരാജയത്തിൽ എന്നെ ഉപേക്ഷിച്ച് കളയാതെ എന്നെയും തേടി. പരാജിതർക്ക് മാത്രമല്ല അവൻ കൈനീട്ടുന്നത്, സംശയാലുക്കൾക്ക്. ഡൗട്ടേഴ്സ് ആർ വെൽക്കം. സംശയാലുക്കളെ വരിക വരിക. ആരാണ്? തോമസ് അപ്പോസ്തലൻ. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവൻ്റെ ആണിപ്പഴുതുകളിൽ വിരലിടാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞ സംശയാലുവിനെയും ചേർത്ത് വിളിച്ച് സ്വീകരിച്ചവനാണ്. അതുപോലെ അബദ്ധസഞ്ചാരികളെ നിങ്ങൾക്ക് സ്വാഗതം. അല്ലെങ്കിൽ വിരുദ്ധമായ വഴികളിലേക്ക് എമ്മൗസ് യാത്രികരെ ഓർത്ത് നോക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അന്ന് വൈകുന്നേരം 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്നും എമ്മൗസ് എന്ന പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഒരു അപരിചിതൻ അവരോട് ചേർന്ന് നടന്നു, അവരോട് തിരുവെഴുത്തുകളെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല. പക്ഷെ വൈകുന്നേരം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ, അനദർ ഇൻസ്റ്റൻസ് ഓഫ് ഹോളി സാക്രമെൻ്റ്. അപ്പോൾ അവരുടെ കണ്ണുകളെ തുറന്നു. അവർ അപ്പോൾ തന്നെ ദേ ടുക്ക് എ യു ടേൺ. ഇപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ, ഏത് പട്ടണത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ചിലയിടത്ത് യു ടേൺ പെർമിറ്റഡ് ആണ്, ചിലയിടത്ത് നോ യു ടേൺസ് പെർമിറ്റഡ് എന്നും കൂടി എഴുതി വെച്ചേക്കും. മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് അവിടെ തന്നെ ഒരു യു ടേൺ എടുക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. ഇവിടെ ഇതാ സുവിശേഷം. എമ്മൗസ് യാത്രികർ അപ്പോൾ തന്നെ ദേ ടുക്ക് എ യു ടേൺ. എമ്മൗസിലേക്ക് പോയവർ തിരിച്ച് യെരൂശലേമിലേക്ക് പോയി അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളായി. അതുകൊണ്ട് റിട്ടേൺ, ഇതാണ് ആദ്യത്തെ ചിന്ത. എന്തുകൊണ്ടാണ് കർത്താവ് പുലരുവോളം കരയിൽ കാത്തു നിന്നത്? ഇത് സംഭവിക്കാനായിട്ടാണ്. അവരുടെ മടങ്ങിവരവ്, പിന്മാറ്റക്കാരുടെ പുനഃപ്രവേശനം, പിന്മാറ്റക്കാരുടെ മടങ്ങിവരവ്. ഞാൻ പണ്ടെങ്ങോ വായിച്ച ഒരു ബുദ്ധമത കഥയുണ്ട്. ഒരു ബുദ്ധമത ആശ്രമത്തിൽ അവരുടെ ഗുരുനാഥൻ, കുറേ ശിഷ്യന്മാർ. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലൊരു ശിഷ്യൻ തൻ്റെ സമർപ്പണത്തിൽ അല്പം മാറ്റങ്ങളൊക്കെ വന്നു, അബദ്ധ സഞ്ചാരത്തിനടിമയായി എന്ന് ഗുരു മനസ്സിലാക്കി.
ഈ ശിഷ്യൻ എല്ലാ ദിവസവും രാത്രി ആശ്രമത്തിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇരുളിൻ്റെ മറവിൽ ആശ്രമത്തിൻ്റെ മതിലിന് മേലെ കൂടി കയറി ചാടി പുറത്ത് പട്ടണത്തിൻ്റെ വർണ്ണ കാഴ്ചകളിലേക്കും ആഘോഷങ്ങളിലേക്കും ധൂർത്തിലേക്കും ജീവിതം വഴിതെറ്റിപ്പോയി. ഇത് എല്ലാ രാത്രിയിലും മതിൽ ചാടിപ്പോവും. പതിവ് പോലെ ആ രാത്രിയിലും ആ ശിഷ്യൻ മതിൽ ചാടി പട്ടണത്തിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് പോയി. എന്നിട്ട് പതിവ് പോലെ വെളുപ്പിനെ ഇരുളുള്ളപ്പോൾ തന്നെ മടങ്ങി വന്ന് മതിൽ ചാടി അകത്ത് കയറി തൻ്റെ റൂമിൽ സുഖമായി കിടന്നുറങ്ങും. ഇതായിരുന്നു പതിവ്. അന്ന് പതിവ് പോലെ പോയി മടങ്ങി വന്ന് മതിൽ ചാടി താഴോട്ട് കാൽ വയ്ക്കുമ്പോൾ പതിവുള്ളതിൻ്റെ അത്ര ആഴമില്ല. തനിക്ക് സൗകര്യപ്രദമായി ചവിട്ടി ഇറങ്ങാവുന്ന പോലെ എന്തോ അവിടെ ഉണ്ട്. അവിടെ അദ്ദേഹം സൗകര്യപൂർവ്വം ചവിട്ടി താഴെ ഇറങ്ങി. അത് ആ ആശ്രമത്തിലെ ഗുരുനാഥൻ തന്നെയായിരുന്നു. ഗുരുനാഥൻ കുനിഞ്ഞു നിന്ന് കൊടുത്ത് തൻ്റെ പുറത്ത് തൻ്റെ ചുമലിൽ ചവിട്ടിയാണ് ഈ ശിഷ്യൻ താഴെ ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് വേഗം തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഗുരു പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞേ, ചെറിയ മഴയുണ്ട്, തല തോർത്തിക്കോണം, പനിയാവാതെ സൂക്ഷിക്കണം. അന്ന് അയാളുടെ അബദ്ധസഞ്ചാരം അയാൾ ഉപേക്ഷിച്ചു. ഇതിൽ പരം ശക്തമായ ഒരു കറക്ഷൻ വേറെ എവിടെയുണ്ട്? സ്നേഹസമ്മിശ്രമായ ഗുരുവിൻ്റെ തിരുത്തൽ. ആ തിരുത്തൽ ഒരു പക്ഷേ ഒരു കൗൺസിലിങ്ങിനോ ഒരു കറക്ഷൻ ആക്ടിവിറ്റിക്കോ ഒന്നും സാധിക്കാത്ത ശക്തമായ തിരുത്തൽ. അതിനുശേഷം ഒരിക്കലും ആ ശിഷ്യൻ തൻ്റെ അബദ്ധ വഴിയിലൂടെ പോയിട്ടില്ല എന്ന് വായിച്ചു. നമ്മുടെ പിന്മാറ്റങ്ങളിൽ നമ്മെ ദ്വേഷിക്കാതെ നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി അവൻ കരയിൽ കാത്തു നിൽക്കുകയാണ്. രണ്ടാമത് അവിടെ സംഭവിച്ചത് അവരുടെ തിരിച്ചറിവ്, their realization. Jesus was waiting for them to fail. ഞാനിത് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. അവർ പരാജയപ്പെട്ട് ഒരു തിരിച്ചറിവിലേക്ക് വരാനായി കർത്താവ് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അങ്ങനെ മനഃപൂർവ്വം അവർക്കിട്ടൊരു പണി കൊടുത്തതാണോ, തോറ്റിട്ട് വരട്ടെ എന്ന് കരുതിയോ, അങ്ങനെ കരുതുമോ കർത്താവ് എന്നൊക്കെയുള്ള ചിന്തയുണ്ടാവും. പക്ഷേ നമ്മളതിനെ വളരെ ആരോഗ്യപരമായി വ്യാഖ്യാനിക്കണം. ചില സന്ദർഭങ്ങളിൽ ദൈവം നാം പരാജയപ്പെടാൻ അനുവദിക്കും. നമ്മുടെ മനുഷ്യ സഹജമായ പിന്മാറ്റത്തിൻ്റെയോ അബദ്ധ വഴികളുടെയോ അവസാനം നാം പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ തിരുത്തലിന് ആവശ്യമാവുമ്പോൾ ചിലപ്പോഴൊക്കെ നാം പരാജയപ്പെടാൻ അവിടുന്ന് അനുവദിക്കാറുണ്ട്. ഈ അഞ്ചാമത്തെ വാക്യം കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു മനോഹരമായ ചോദ്യമാണ്. എന്താണെന്ന് നോക്കിക്കേ, വേഴ്സ് 5. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവരൊന്നും പിടിച്ചിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. ശരിയല്ലേ? ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല എന്ന് കർത്താവിന് നന്നായിട്ടറിയാം. പക്ഷെ കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അത് വായിച്ചപ്പോഴും എനിക്കൊരു സംശയം തോന്നി. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ. കാരണം മനുഷ്യ സഹജമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പലപ്പോഴും ആ ഇല്ലായ്മയെ പരിഹസിക്കുന്നതിനുള്ള താല്പര്യത്തോടെയാണ്. ഇപ്പം നമുക്കൊരു കാര്യം, നമ്മളൊരു പരീക്ഷ എഴുതി, അബദ്ധവശാൽ തോറ്റുപോയി എന്നുള്ളത് നമ്മുടെ അയൽവക്കത്തെ ചേട്ടൻ അറിഞ്ഞു. അപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴത്തേക്ക്, എങ്ങനെയുണ്ട് കുഞ്ഞെ, റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് ജയിച്ചോ? തോറ്റു എന്നറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ തോൽവിയെ പരിഹസിക്കാനാണോ എന്ന് നമുക്ക് തോന്നാം. ഒന്നും പിടിച്ചിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തു എന്താണ് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചത്? കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഒരിക്കലും അവരെ പരിഹസിക്കാനല്ല. എല്ലാം അറിയുന്നവൻ, എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യം തന്നെ. പറയാൻ ശ്രമിച്ചത്, കുഞ്ഞുങ്ങളെ, ഡു യു റിയലൈസ് ദറ്റ് യു ഹാവ് നത്തിങ് ലെഫ്റ്റ്? നിങ്ങളുടെ ഈ പിന്മാറ്റത്തിലൂടെ ഈ രാത്രി മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും സാധിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടല്ലോ. ആ തിരിച്ചറിവിലേക്ക് അവരെ ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു കർത്താവ്. കാരണം ചിലപ്പോഴൊക്കെ നാം തോൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സ്വാർത്ഥതയുടെയും നമ്മുടെ സ്വയ ആശ്രയത്തിൻ്റെയും നമ്മുടെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും
നമ്മുടെ ഹുങ്കിൻ്റെയും ഒക്കെ ഇടയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ തോൽക്കേണ്ടത് ആവശ്യമാണ്. എന്തിന്? ദൈവത്തിൻ്റെ കരുതലിൻ്റെയും കരുണയുടെയും കാവലിൻ്റെയും തിരിച്ചറിവുകൾ നമുക്ക് തിരികെ കിട്ടുന്നതിന് വേണ്ടി. ആ ചോദ്യത്തിൽ ഒരിക്കലും ഒരു പരിഹാസമില്ല. ആ ചോദ്യത്തിൽ ഒരിക്കലും അവരെ നശിപ്പിച്ച് കളയാനോ തകർത്ത് കളയാനോ അല്ല. കാരണം ആ ചോദ്യം ചോദിക്കുന്ന ഭാഷ തന്നെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കുഞ്ഞേ എന്ന് നമ്മെ വിളിക്കുന്ന ആരാ? അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എന്ന് നമ്മെ വിളിക്കുന്നവരാരാ? ഞാനത് ഓർത്തപ്പോൾ എനിക്ക് എൻ്റെ അമ്മച്ചിയെ ഓർമ്മ വന്നു. കുഞ്ഞേ എന്ന് നമ്മെ വിളിക്കുന്ന ഒരു മാതാവിൻ്റെ, ഒരു മാതൃസ്നേഹത്തിൻ്റെ ഊഷ്മളതയോടെ ആണ് കർത്താവ് ആ ചോദ്യം ചോദിച്ചത്. ഒരിക്കലും പരിഹസിക്കാനല്ല. കോളേജിൽ നിന്നൊക്കെ വളരെ വൈകി ഫുട്ബോൾ കളി എന്നൊക്കെ പറഞ്ഞ് ഇതിലെയൊക്കെ നടന്ന് രാത്രി വീട്ടിലെത്തുമ്പോൾ അപ്പച്ചൻ്റെ അടി പേടിച്ച് പുറകിലത്തെ വരാന്തയിലൂടെ കയറുമ്പോൾ കുഞ്ഞെ വന്ന് കാപ്പി കുടിച്ചിട്ട് നീ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ നമ്മെ കുഞ്ഞെ എന്ന് വിളിച്ച അമ്മ, അല്ലെങ്കിൽ അപ്പൻ അടിക്കാൻ ഓടിക്കുമ്പോൾ കുഞ്ഞെ നീ ഇങ്ങോട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ അമ്മ. ഈ അമ്മയുടെ സ്നേഹത്തോടെയാണ് കർത്താവ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത്. അവർക്ക് ഏറ്റവും പരിചിതമായ കടൽപ്പുറമായിരുന്നു തിബിരിയാസ് കടൽപ്പുറം. അവിടെ ജനിച്ചു വളർന്നവരാണ് ദ വെറ്ററൻ ഫിഷേഴ്സ്. അവരുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും അവരുടെ ദീർഘനാളത്തെ ആ തിബിരിയാസ് കടലിനെക്കുറിച്ചുള്ള പരിചയവും എല്ലാം ഒരു രാത്രിയിൽ നിഷ്ഫലമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു തിരിച്ചറിവ്. സോ ദ ലോർഡ് സംടൈംസ് അലൗസ് us to fail in our own strength so that we can follow his guidance. എന്നാൽ ഇവരുടെ ഉത്തരവും കൂടി നമ്മളൊന്ന് കേൾക്കണം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവരാ ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന യാത്രയാണ് നമ്മൾ കാണുന്നത്. ഒന്നുമില്ല എന്നവർ പറഞ്ഞു. പക്ഷേ ഇത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു പരിഹാരമാണ്. ഒന്നുമില്ല എന്നത് മനുഷ്യ സഹജമായ ഒരുപക്ഷെ ഒന്നുമില്ല എന്നതൊരു അവസാന വാക്കാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്നുപെട്ടിട്ടുണ്ട്. ഇനി പ്രതീക്ഷയ്ക്ക് വക ഒന്നുമില്ല, ഇനി സാധ്യത ഒന്നുമില്ല, ഇനി അവസരങ്ങൾ ഒന്നുമില്ല എന്ന് മനുഷ്യ സഹജമായി തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷയുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സിൽവർ ജൂബിലി കാലം. ഞാനൊരു ജൂൺ മാസം 18-ാം തീയതിയാണ് ഓർഡിനേഷൻ, ഞങ്ങളുടെ ഷെമാസ് എന്ന് പറയും, ആദ്യത്തെ ഓർഡിനേഷൻ, ഡീക്കൻ ഓർഡിനേഷൻ സ്വീകരിച്ചത്. 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ജൂൺ 18-ന് രാവിലെ 10:30 ആയപ്പോൾ ഞാൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ ഹാളിലിരിക്കുകയാണ്. അന്ന് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം എനിക്കൊരു സർജറി ആയിരുന്നു. ഞാൻ വല്ലാതെ തകർന്നു പോയ ദിവസങ്ങൾ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, തമ്പുരാനെ കൊള്ളാം, 25 വർഷം ഈ കുപ്പായവും ഇട്ട് നിൻ്റെ പിന്നാലെ നടന്നതിന് എനിക്ക് ഈ സിൽവർ ജൂബിലി ദിവസം തന്നെ ഈ തരുന്ന സമ്മാനമാണോ ഇത് എന്ന് ഞാൻ ചോദിച്ചു പോയി. പിറ്റേന്നൊരു സർജറി. എൻ്റെ നെയ്സൽ ക്യാവിറ്റിയിൽ, എൻ്റെ സ്കൾ ബേസിൽ ഒരു ട്യൂമറായിരുന്നു. അത് സർജറി ചെയ്ത് നീക്കി ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി കഴിഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്നുകൂടി വരണം ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? പറഞ്ഞു, കുഴപ്പം ഉണ്ട്. അച്ഛൻ വന്നാട്ടെ, വീൽ സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. ഞങ്ങൾ വീണ്ടും വെല്ലൂരിൽ പോയി. അന്ന് മുതൽ ആരംഭിച്ച ഒരു തുടർ ചികിത്സ. എനിക്ക് 33 റേഡിയേഷൻസ് വേണ്ടി വന്നു എൻ്റെ മുഖത്തിൽ. ക്യാൻസർ ചികിത്സ നമുക്കറിയാം. ക്യാൻസർ രോഗത്തേക്കാൾ ചിലപ്പോൾ സങ്കടകരമാകും ക്യാൻസർ ചികിത്സ, അതിൻ്റെ സൈഡ് ഇഫക്ട്സ്. ഈ 33 റേഡിയേഷൻസ് ഏതാണ്ട് 2 മാസം കൊണ്ട് പൂർത്തീകരിച്ചപ്പോഴേക്കും ഞാൻ ഏതാണ്ട് ഒന്നിനും വയ്യാത്ത ഒരു സ്ഥിതിയിലായി. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് തോന്നിയ നാളുകൾ, ഇനി സാധ്യതയൊന്നുമില്ല എന്ന് ചിന്തിച്ചു പോയ നാളുകൾ.
അതുകൊണ്ട് ഒന്നുമില്ല എന്നത് ചെറുതായോ വലുതായോ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നാം ഒക്കെ ചെന്നുപെടുന്ന ഒരു മനുഷ്യ സഹജമായ വാക്കാണിത്. നത്തിങ് ലെഫ്റ്റ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല. ഞങ്ങളുടെ സ്വന്തം സാധ്യതയുടെ പരിമിതി ഞങ്ങൾ കടന്നു, എല്ലാം കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ പക്കലൊന്നുമില്ല. എന്നാൽ അവിടെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പരിശ്രമത്തിൻ്റെ വാഗ്ദത്തം കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരട്ടെ, പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുകയും. എല്ലാം അവസാനിച്ചിട്ടില്ല. ദർ ഇസ് സ്റ്റിൽ പോസിബിലിറ്റി. ഇനി അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. വലതുഭാഗത്ത് വല വീശുവിന്. ആഴിയെയും ഊഴിയെയും ഒരു വാക്കിനാൽ മെനഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എവിടെയാണ് മീനുള്ളത്? അവൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരട്ടെ, പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുവിൻ. അവരുടെ വല ശൂന്യമായിരുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എന്തോ പിടിച്ചെന്ന് എഴുതിയേക്കുന്നേ, ഒന്നും പിടിച്ചില്ല എന്ന്. അവരുടെ ശൂന്യമായ വല അപ്പോൾ നിറഞ്ഞു. 153 പെരുത്ത മീൻകൂട്ടം. തമ്പുരാൻ കനിഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് കരുതിയ അവരുടെ വല സമൃദ്ധമായി നിറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകം ഒരുപക്ഷെ നമ്മോട് പറയും, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, ഇനിയോ സാധ്യതയൊന്നുമില്ല, ഇനി അവസരങ്ങളും ഒന്നുമില്ല എന്ന്. തമ്പുരാൻ അവിടുത്തെ വചനം, അവിടുത്തെ വാഗ്ദത്തം, അവിടുത്തെ നിയോഗം, അവിടുത്തെ ആലോചന, അത് നാം സ്വീകരിക്കുവാൻ കാത്തിരിക്കുമെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ പറയുന്നതിൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് നിൽക്കുന്നത്. റേഡിയേഷന് വേണ്ടി എൻ്റെ പല്ല് മുഴുവൻ എടുത്തു കളയുന്നു. 24 പല്ലുകൾ 3 ദിവസം കൊണ്ട് എടുത്തു കളഞ്ഞു. ഈ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ വല്ലാതെ ആടി നിൽക്കുന്ന ഒരു പല്ലെടുക്കാൻ പോയാൽ തന്നെ അത് എത്ര വേദന ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. ആരോഗ്യത്തോടെ ഇരിക്കുന്ന 24 പല്ലുകൾ 3 ദിവസം കൊണ്ട് 8 വീതം, ഒരു ദിവസം 8 എണ്ണം വീതം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അതിനുശേഷമാണ് ബാക്കി മുൻഭാഗത്തുള്ള ചില പല്ലുകൾ അവശേഷിപ്പിച്ചു. ഞാനൊരു പുരോഹിതനാണ് എന്നവർക്കറിയാമായിരുന്നത് കൊണ്ട് സംസാരിക്കാനൊക്കെ സഹായകരമായി. റേഡിയേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല പല്ലുകൾ, അതുകൊണ്ടാണ് അവരതെടുത്ത് കളഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്കറിയാം, റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ. എൻ്റെ സലൈവ ഗ്ലാൻസ്, എൻ്റെ ഉമിനീർ ഗ്രന്ഥികൾ വറ്റിപ്പോയി. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അത്തരത്തിൽ ഉമിനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് ദൈവ കരുണയുടെ അതിശയം മാത്രമാണ്. പണ്ടൊക്കെ എനിക്ക് ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും വെള്ളം സിപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറോളം പോയാൽ ഞാൻ അറിയാറില്ല. ദൈവ കൃപയുടെ, ദൈവ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം. ഞാൻ പറയാൻ വരുന്നത്, ദൈവ കരങ്ങളിൽ സാധ്യതകളുണ്ട്. ആ ഒരു യാത്രയെല്ലാം അവസാനിപ്പിച്ചിട്ട് അന്ന് എനിക്ക് തന്ന പാട്ടുകളാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ ഇപ്പം നമുക്ക് ആ പാട്ടിൻ്റെ 2 വരികൾ പാടിയിട്ട് പോകാം. ഞാൻ പാടാം. ഗിവ് മി ഡി മേജർ. ഡി മേജർ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. റേഡിയേഷൻ ഒരു 15 സെഷൻ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖമെല്ലാം വല്ലാതെയായി. എൻ്റെ പല്ലുകളുടെ അടുത്തു റേഡിയേഷൻ സൈഡ് ഇഫക്ട്സ് വല്ലാതെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ദൈവം തമ്പുരാൻ എന്നെ ബലപ്പെടുത്താൻ തന്ന പാട്ടാണിത്. ആ ദിവസങ്ങളിൽ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജിൽ ഒരു ഒരു ഇല്ലസ്ട്രേഷനാണിത്. ഇതിന് കാരണം, 2 പേർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ കോരിച്ചൊരിയുന്ന മഴ. 2 പേരും കുട എടുത്തിട്ടുമില്ല. ദീർഘനേരം കാത്തു നിന്നു, മഴ ശമിക്കുന്നില്ല. അതിലൊരാൾ വളരെ അസ്വസ്ഥനായിട്ട് പറഞ്ഞു, എന്തൊരു മഴ, വരേണ്ടിയിരുന്നില്ല, വീട്ടിലെങ്ങാണ് ഇരുന്നാൽ മതിയായിരുന്നു, എന്താ ഇത് ഇങ്ങനെ. ഹി ബിക്കെയിം വെരി അപ്സെറ്റ്. എന്നാൽ മറ്റേ ആൾ പറഞ്ഞു, സ്നേഹിത, നമുക്ക് അല്പനേരം കൂടി കാത്തിരിക്കാം. കാരണം ഈ ഭൂമിയിൽ ഇന്നോളം പെയ്തിട്ടുള്ള ഒരു മഴയും തോരാതിരുന്നിട്ടില്ലല്ലോ എന്ന്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ടിൽ എന്ന് പറയുന്ന കപ്പൂച്ചിയൻ ഫാദർ
എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഇല്ലസ്ട്രേഷനാണ്. അത് വായിച്ചു, അത് അത്രയേ ഉള്ളൂ ഇല്ലസ്ട്രേഷൻ. പക്ഷേ അത് വായിച്ചപ്പോൾ ഈ വരി എൻ്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വച്ചു: കുഞ്ഞെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പിന്നീട് അതിനോട് ചേർത്ത് വയ്ക്കാൻ ദൈവം തന്ന വരികളാണ്: ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഇപ്പോൾ രാത്രിയാണ്, പക്ഷേ ഈ രാത്രി എപ്പോഴും ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ പോവുകയാണോ? ഒരു പ്രഭാതമുണ്ട്, ഒരു പുലരിയുണ്ട്, നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. 4-ാമത്തെ വരി: ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. എവറി പെയിൻ must go away because God is in control. Every rain and every pain, every night and every fight will go away because God is in control. ഈ വരികളിലൂടെ ദൈവം എന്നെ ബലപ്പെടുത്തിയാണ് ഞാൻ ആ റേഡിയേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചത്. സമാനമായ അനുഭവങ്ങളിലൂടെ പോകുന്ന ഒത്തിരി പേർക്ക് ഇന്നും ആ വരികൾ ദൈവം ബലം നൽകാനായി ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവത്തിരുമുൻപിൽ 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഞാനിത് പാടുമ്പോൾ വെറുതെ കേട്ടിരിക്കാതെ ഇതൊരു ധ്യാനമായി സ്വീകരിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഓരോ വരിയിലൂടെയും നിങ്ങൾ സഞ്ചരിക്കുക. കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് ഇതൊരു ധ്യാനമായി, ഒരു മെഡിറ്റേഷനായി, ഒരു പ്രാർത്ഥനയായി ഈ കീർത്തനത്തെ കേൾക്കുക, ശ്രദ്ധിക്കുക, പങ്കുചേരുക. എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് കരുതുന്ന ജീവിത അനുഭവങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: കുഞ്ഞെ, അങ്ങനെ ഒന്നുമില്ലല്ലോ, ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. വലതുവശത്തേക്ക് വലയിറക്കുവിൻ. അവിടുത്തെ നിയോഗവും അവിടുത്തെ നിർദ്ദേശവും സ്വീകരിക്കാനും അവൻ്റെ വഴിയിൽ അവനെ അനുഗമിക്കാനും നമ്മുടെ സന്നദ്ധതയും സമർപ്പണവും പുതിയ സാധ്യതകളിലേക്ക് നമ്മെ നടത്തുന്നു. അവരുടെ വല ശൂന്യമായിരുന്നു ഒരു രാത്രി മുഴുവൻ. ഇവിടെ ഇതാ തമ്പുരാൻ അത് സമൃദ്ധമായി നിറച്ചിരിക്കുകയാണ്. മനുഷ്യ പരിമിതികളെ അതിജീവിക്കുന്ന അനന്ത സാധ്യതകൾ ദൈവകേന്ദ്രീകൃത ജീവിതത്തിനുണ്ട്. നമ്മുടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്തുമാവട്ടെ, അതിൻ്റെ മധ്യത്തിൽ അവിടുന്ന് നമുക്ക് നൽകുന്ന വാഗ്ദത്തം ഇല്ല, അവസാനിച്ചിട്ടില്ല. സാധ്യതകൾ ഇനിയുമുണ്ട്. ക്രിസ്തുവിനോടൊപ്പം പരിശ്രമിക്കാം. അവിടുന്ന് നമുക്ക് അനുഭവങ്ങളെ, അവസരങ്ങളെ നൽകും. ആൻഡ് ഫൈനലി ലെറ്റ് മി കൺക്ലൂഡ്. മൂന്നാമത്, യേശു പുലർച്ചെ വരെ കരയിൽ കാത്തു നിന്നത് മൂന്നാമത്തെ കാര്യം സംഭവിക്കാനായിട്ടാണ്. അവരുടെ യഥാസ്ഥാനപ്പെടൽ, their restoration. പ്രാതൽ മേശയിലെ യഥാസ്ഥാനപ്പെടുത്തൽ. ജീസസ് വാസ് വെയിറ്റിംഗ് ടു റെസ്റ്റോർ ദം. അതും എങ്ങനെയാണ്? 12-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന്. പ്രാതൽ എന്ന വാക്ക് ഈ ദേശത്ത് അത്ര ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയാണ് ഇപ്പോൾ ആധുനിക കാലത്ത് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയും ഒക്കെ പറഞ്ഞിരുന്നേ പ്രഭാത ഭക്ഷണം ഒരുക്കി. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും പിടിക്കാതെ പരാജിതരായി, നിരാശരായി, ക്ഷീണിതരായി മടങ്ങി വരുന്ന തൻ്റെ ശിഷ്യ സംഘത്തെ നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ബലപ്പെടുത്താനും ധൈര്യപ്പെടുത്താനും അതിലൂടെ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനും അതിനാണ് കർത്താവ് കാത്തു നിന്നത്. നമ്മുടെ പിന്മാറ്റത്തിൻ്റെ രാത്രികൾക്കൊടുവിൽ, നമ്മുടെ പരാജയത്തിൻ്റെ രാത്രികൾക്കൊടുവിൽ
നമ്മുടെ നിരാശയുടെയും നഷ്ടബോധത്തിൻ്റെയും നമ്മുടെ സഹനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും രാത്രികൾക്കൊടുവിൽ വാത്സല്യത്തിൻ്റെ പ്രാതലുമായി കർത്താവ് കാത്തു നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് KFC ഉണ്ടോ? ഉണ്ട്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് KFCയുടെ ബക്കറ്റ് നിറയുള്ള ചിക്കൻ പീസസ്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരു KFC ബ്രേക്ക്ഫാസ്റ്റായിരുന്നു. എന്നുവെച്ചാൽ KFCയുടെ ബക്കറ്റിലെ 12 പീസ് ചിക്കൻ അല്ല, മറിച്ച് എ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് കൈൻഡ്നെസ്, ഫൊർഗീവ്നെസ് ആൻഡ് കമ്പാഷൻ, KFC. എ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് കൈൻഡ്നെസ്, കാരുണ്യം. എ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ഫൊർഗീവ്നെസ്, പാപക്ഷമ. ആൻഡ് എ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് കമ്പാഷൻ, ദയ, സ്നേഹം. കാരണം എല്ലാം ഉപേക്ഷിച്ച് പിന്മാറ്റത്തിലേക്ക് പോയ ശിഷ്യസംഘത്തെ ശകാരിക്കാനോ അവരെ ഭത്സിക്കാനോ അവരോട് കോപിക്കാനോ അല്ല കർത്താവ് പുലർച്ചെ കരയിൽ കാത്തു നിന്നത്. മറിച്ച് അവർക്ക് കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും ആർദ്രതയുടെയും പ്രഭാത ഭക്ഷണം ഒരുക്കി അവരെ ശക്തിപ്പെടുത്താനാണ്. ജീസസ് വാസ് വെയിറ്റിംഗ് നോട്ട് ടു റെബ്യൂക്ക് ദം ബട്ട് ടു റിസ്റ്റോർ ദം. ശകാരിക്കാനല്ല, ശിക്ഷിക്കാനല്ല, പ്രാതലൊരുക്കി ശക്തിപ്പെടുത്താൻ. ഒരു പ്രാതൽ മേശയിൽ ആ പ്രഭാതത്തിൽ അവിടെ നടന്നത് അത്ഭുതപ്പെടുത്തുന്ന യഥാസ്ഥാനപ്പെടലായിരുന്നു. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഈ തീന്മേശകൾക്ക് അങ്ങനെ ഒരു വലിയ ഈ അത്ഭുതകരമായ ഇഫക്റ്റ് ഉണ്ട്. വലിയ പിണക്കങ്ങളൊക്കെ ഒരു തീന്മേശയിൽ, ഒരു പ്രാതൽ മേശയിൽ തീരാവുന്ന പിണക്കങ്ങളാണ്. ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് മുറിച്ചു കൊടുത്ത് യേശു ആതിഥേയനാകുന്ന തീന്മേശകൾ, സൽക്കാരങ്ങൾ, സ്വീകരണങ്ങൾ, ഇതൊക്കെ തിരിച്ചുവരവിൻ്റെയും തിരിച്ചറിവിൻ്റെയും യഥാസ്ഥാനപ്പെടലിൻ്റെയും സന്ദർഭങ്ങൾ, കൂട്ടായ്മകൾ ആയി മാറും. ഇവിടെ വാത്സല്യത്തിൻ്റെ പ്രാതലൊരുക്കി അവരെ ചേർത്ത് പിടിച്ചു. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. ഞാൻ അവസാനിപ്പിക്കുക, എൻ്റെ വിചാരം സമയമായിട്ടുണ്ട്. 3 കാര്യങ്ങൾ സംഭവിക്കാനാണ് പുലർച്ചയാവും വരെ കർത്താവ് കരയിൽ കാത്തു നിന്നത്. ഒന്ന്, their return. അവരുടെ പിന്മാറ്റത്തിൻ്റെ ഒടുവിൽ അവരുടെ ഒരു മടങ്ങി വരവ് കാത്തിരുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ വഴികളിലെ പിന്മാറ്റ അനുഭവങ്ങൾ, ലോകത്തിൻ്റെ സ്വാധീനങ്ങളിലും പ്രവണതകളിലും ദൈവ വിശ്വാസ അനുഭവങ്ങളിൽ നാം കുറവുള്ളവരായി പോയത് കർത്താവ് തൻ്റെ ഹൃദയഭാരത്തോടെ അത് കണ്ട് നമ്മയും കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഉപാധികളോ എക്സ്ക്യൂസസോ പറയാൻ ഒത്തിരി ഉണ്ടാവും. നമ്മുടെ